ചെന്നൈ ചാമ്പയ്ക്ക കണ്ടിട്ടുണ്ടോ? ഇതാണ് ചെന്നൈ ചാമ്പയ്ക്ക. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ വെച്ച് കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നറിയില്ല. പക്ഷേ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഉപ്പില്ല, മുളകില്ല, മധുരവുമില്ല, പുളിയുമില്ല. ഇനി അച്ചാറിട്ട് നോക്കിയാൽ എന്തെങ്കിലും ഒരു ഇമോഷൻസ് വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇമോഷൻസ് എന്നുദ്ദേശിച്ചത് വികാരങ്ങൾ. അപ്പോൾ ഞാൻ ശബരിമലയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാനല്ല, കുടുംബത്തിലാരെങ്കിലും കൂടെ അതിൽ കുറച്ച് അരി ഉണ്ടാവുമല്ലോ ഇരുമുടിക്കെട്ടിൻ്റെ കൂടെ. അപ്പോൾ ആ അരി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അരി വൃത്തിയായി കഴുകി അതിൻ്റെ ഒപ്പം ചെറുപരിപ്പും കൂടെ ചേർത്ത് കുറച്ച് വാട്ടിയെടുത്ത് രണ്ടും കൂടെ 1 കപ്പാണെങ്കിൽ 4 കപ്പ് വെള്ളത്തിൽ കുക്കറിലേക്ക് ഒഴിച്ച് കുക്കർ മൂടി 4 വിസിൽ വെച്ചതാ ഇതുപോലെ നന്നായി മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം 4 കപ്പ് വെള്ളം തീർച്ചയായും വേണം, വറ്റി പോകാൻ പാടില്ല, അടിപ്പിടിക്കാൻ പാടില്ല. അതിനുശേഷം ഒരു 1-1.5 കപ്പ് വെല്ലം പാവുരുക്കിയത് വേണം. വെല്ലത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതും കൂടെ ചേർത്ത് നന്നായി ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ, ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല മധുരം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം കുറച്ച് നെയ്യിൽ കശുവണ്ടി, കിസ്മിസ്, കുറച്ച് ക്ലോവ്സ് ഒന്ന് ചതച്ചിട്ടാൽ മതി. അതും കൂടെ ഇട്ട് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അതും കൂടെ നമ്മുടെ ഈ കുക്കറിലെ പൊങ്കലിലേക്ക് മിക്സ് ചെയ്തിടുക. ഇതാണ് നമ്മുടെ ശർക്കര പൊങ്കൽ. ഞാൻ ഇതിന് മുമ്പും ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരി വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. 1 പോട്ട് മീലാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ. അപ്പോൾ മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പായസം പോലെയാണെങ്കിൽ അതനുസരിച്ച് കൺസിസ്റ്റൻസി മാറ്റിയാക്കിയാലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു അരി എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്ത ആ നെയ്യുണ്ടല്ലോ, അത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെയ്യും കുറച്ച് നല്ലോണം ഒഴിക്കുമ്പോൾ ഇതിന് നല്ല മണവും നല്ല ടേസ്റ്റും വരും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്സി ജാറിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരു 4-5 ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡേർഡ് ആക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ശർക്കര പൊങ്കൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. സ്വാമി ശരണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.